നമ്മളിൽ പലരും പാവങ്ങളായിട്ട് നിലനിൽക്കുന്നത്, ജീവിക്കുന്നത് പണമില്ലാത്തത് കൊണ്ടാണോ, സമ്പാദ്യമില്ലാത്തത് കൊണ്ടാണോ, അതോ മാനസിക നില പാവപ്പെട്ടവൻ എന്ന രീതിയിലേക്ക് പോയത് കൊണ്ടാണോ? നമുക്കൊന്ന് ചർച്ച ചെയ്യാം. നമ്മളിൽ ഭൂരിപക്ഷം ആളുകൾക്കും പണമുണ്ട്. പക്ഷേ ഇപ്പോഴും അവർ പാവപ്പെട്ടവരായിട്ടാണ് ജീവിക്കുന്നത്. അതിൻ്റെ കാരണം, പ്രധാനപ്പെട്ട ഒരു കാരണം അവർക്ക് റിച്ച് മൈൻഡ് സെറ്റ്, ഒരു പോസിറ്റീവ് മൈൻഡ് സെറ്റ് ഇല്ല എന്നുള്ളതാണ്. അത് മാറ്റിയെടുക്കാൻ വളരെ ചെറിയൊരു ട്രിക്ക് പറയാം. ആ ട്രിക്കിലൂടെ നമ്മൾ സ്ഥിരമായിട്ട് ആ ട്രിക്ക് ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് സാമ്പത്തിക നഷ്ടമില്ല. പക്ഷെ നമുക്കൊരു ഫിനാൻഷ്യൽ പോസിറ്റീവ് മൈൻഡ് സെറ്റ് ഉണ്ടാകും. ഒപ്പം നമ്മുടെ ഫിനാൻഷ്യൽ കപ്പാസിറ്റി ഇങ്ങനെ ഉയർന്നതായിട്ട് നമുക്ക് ഫീൽ ചെയ്യുകയും ചെയ്യും. ഏതൊരു കാര്യവും ആദ്യം നമുക്ക് ഫീൽ ചെയ്യുക വേണ്ടത്. ഫീൽ ചെയ്തതിന് ശേഷമാണ് അത് പ്രാക്ടിക്കൽ വശത്തിലേക്ക് വരിക. അപ്പോൾ അതിന് ചെയ്യാൻ പറ്റിയ ചെറിയൊരു കാര്യമുള്ളത്, നമ്മളെല്ലാവരും ടൂ വീലർ ബൈക്ക് ഓടിക്കുന്നവരാണ്. സ്കൂട്ടി ആവാം, ബൈക്കാവാം, ഏതാവാം, അല്ലെങ്കിൽ കാറാവാം, ഏതായാലും കുഴപ്പമില്ല, നമ്മൾ ഓടിക്കുന്നവരാണ്. ഈ സമയത്ത് ഇതിനൊക്കെ നമ്മൾ എണ്ണ അടിക്കും. സാധാരണ നമ്മളൊക്കെ അടിക്കാറുള്ളത് 50 രൂപയ്ക്ക്, 100 രൂപക്കൊക്കെയാണ്. അത് നമ്മൾ കൂട്ടി നോക്കുമ്പോൾ ഒരു മാസത്തേക്ക് ടോട്ടൽ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ ഒരു 1000 അല്ലെങ്കിൽ 2000, 3000 രൂപക്കൊക്കെ നമ്മൾ എണ്ണ അടിക്കുന്നുണ്ടാവും. അപ്പോൾ ഇവിടെ ചെയ്യാൻ പറ്റുന്നത് ചെറിയൊരു മാറ്റം വരുത്തുക. ഈ 100 എന്നുള്ളത് 100 രൂപക്കും 50 രൂപക്കും എണ്ണയടിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും നമുക്ക് പൈസ ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ 100 രൂപക്ക് എണ്ണയടിക്കുന്നത് അല്ലെങ്കിൽ 50 രൂപക്ക് എണ്ണയടിക്കുന്നത് എന്നൊരു ഫീലിംഗ് നമുക്ക് ഓട്ടോമാറ്റിക് ഉണ്ടാവും. അതോടൊപ്പം തന്നെ നമ്മളെ കാണുന്ന, നമുക്ക് എണ്ണയടിച്ച് തരുന്ന പമ്പത്തെ ആ ജോലിക്കാരനും ഇവനെന്താ പാവപ്പെട്ടവനായതുകൊണ്ടാണ് ഇവൻ 100 റുപ്യക്ക് 50 രൂപക്ക് എണ്ണയടിക്കുന്ന ഒരു മൈൻഡ് സെറ്റ് അവനക്കും ഉണ്ടാവും. ഇത് രണ്ടും കൂട്ടിയിടുമ്പോൾ സ്വാഭാവികമായിട്ടും ഇത് നമ്മളിൽ എഫക്റ്റ് ചെയ്യും. ഞാൻ പാവപ്പെട്ടവനാണെന്നൊരു തോന്നൽ. നേരെ മറിച്ച് നമ്മൾ ഈ ഒരു മാസത്തിൽ 3000 റുപ്യക്ക് 2000 റുപ്യക്ക് അടിക്കുന്നത് ഒരു സമയത്ത് ഒരു 500 രൂപക്ക് അടിക്കുക, അല്ലെങ്കിൽ 1000 രൂപക്ക് എണ്ണ അടിക്കുക. നമുക്ക് നഷ്ടമൊന്നും വരാൻ പോകുന്നില്ല. കാരണം നമ്മൾ മാസത്തിൽ അടിക്കുന്നത്, ഇതിപ്പോൾ എല്ലാ ദിവസവും അടിക്കുന്നത് ആഴ്ചയിൽ ഒരിക്കൽ എണ്ണ അടിച്ചാൽ മതിയാവും. അവിടെ നമുക്ക് ലാഭിക്കാൻ പറ്റുന്ന സമയം, പെട്രോൾ പമ്പിൽ വരി നിൽക്കുന്ന, അവിടെ വെയിറ്റ് ചെയ്യുന്ന 2 മിനിറ്റ് 3 മിനിറ്റ് ആ സമയം ലാഭിക്കാം. ഒപ്പം തന്നെ നമ്മൾ 500 രൂപക്ക് 1000 രൂപക്ക് എണ്ണ അടിക്കുമ്പോൾ നമ്മൾ മൈൻഡ് സെറ്റ് ഉയരും. ഞാൻ റിച്ച് ആയതുകൊണ്ടാണ് ഞാൻ 500 രൂപക്ക്, സാധാരണ എല്ലാവരും 100-നും 50-നൊക്കെയാണ് അടിക്കാറുള്ളത്. ഞാനൊരു റിച്ച് മൈൻഡ് സെറ്റുള്ള ആളാണ്, പണക്കാരനായതുകൊണ്ടാണ്, അല്ലെങ്കിൽ പണമുള്ളവനായതുകൊണ്ടാണ് എനിക്ക് 500-നും 1000-നും അടിക്കാൻ കഴിയുന്ന ഒരു മൈൻഡ് സെറ്റ് മൈൻഡ് സെറ്റ് പോസിറ്റീവ് ആവും. അതോടൊപ്പം തന്നെ നമ്മളെ എണ്ണടിക്കാൻ പോകുന്ന പമ്പിലെ ജോലിക്കാരന് നമ്മളയുടെ ഒരു സ്വാഭാവികമായിട്ടും വലിയൊരു ഇതില്ലെങ്കിലും സ്വാഭാവികമായിട്ടും ചെറിയൊരു ബഹുമാനത്തിൻ്റെ ഒരു വ്യത്യാസം നമുക്ക് കാണാൻ സാധിക്കും. നമ്മൾ 500 രൂപക്ക് അടിക്കുമ്പോൾ 100 രൂപക്ക് അടിക്കുന്ന വ്യത്യാസമുണ്ടാകും. ചെറിയ വ്യത്യാസമുള്ളെങ്കിലും ഒരു ചെറിയൊരു പരിഗണന നമുക്ക് കാണാൻ സാധിക്കും. അങ്ങനെയാകുമ്പോൾ സ്വാഭാവികമായിട്ടും അത് നമ്മളെ നമുക്ക് മനസ്സിലാകും. ചെറിയൊരു ഫീലിംഗ് നമുക്ക് അനുഭവപ്പെടും. ആ ബഹുമാനത്തിൻ്റെ, പരിഗണനയുടെ ചെറിയൊരു ഫീലിംഗ് നമുക്ക് അനുഭവപ്പെടുകയും നമുക്ക് തന്നെ തോന്നും, ഓ പൈസ ഉണ്ടെങ്കിൽ ഉഷാറാവും. പക്ഷേ നമുക്കിവിടെ നഷ്ടമില്ല. കാരണം നമ്മളൊരു മാസത്തിൽ 1000 റുപ്യക്ക് അടിക്കണം അല്ലെങ്കിൽ 2000 ക്ക് അടിക്കണേ അതന്നെ വിളി അടിക്കുകയുള്ളൂ. കാരണം എല്ലാ ദിവസവും അടിക്കുന്ന എണ്ണ നമ്മൾ ആഴ്ചയിൽ ഒരിക്കലാക്കി ചുരുക്കുകയും സമയം ലാഭിക്കുകയും ഒപ്പം നമ്മുടെ സാമ്പത്തിക നില ഉയരാനുള്ള മാർഗ്ഗങ്ങൾ സ്വീകരിക്കുക. ഇങ്ങനെ ചെറിയ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന ചെറിയ പോസിറ്റീവുകളെ, ചെറിയ കാര്യങ്ങളെ ഒരു തന്ത്രപരമായിട്ട് നമ്മൾ പോസിറ്റീവ് ആക്കുകയാണെങ്കിൽ നമ്മൾ ജീവിതത്തിലുടനീളം ഈ പോസിറ്റീവ്നെസ്, ഒരു പോസിറ്റീവ് മൈൻഡ് സെറ്റ് നമുക്ക് നിലനിർത്താൻ സാധിക്കും.